ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയോൻ നൂഞ്ഞേരി. ദിവസങ്ങൾ അവിടുന്ന് കഴിഞ്ഞുപോയി. ആദ്യം ആഷിയും റിൻഷയും ഒരേ കോളേജിൽ PGക്ക് ചേർന്നു. ആഷിയുടെയും റിൻഷയുടെ ഇടയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇരുവരുടെയും ഉള്ളിൽ പ്രണയം ഒരുപോലെ പൂത്തുലയുന്നുണ്ടെങ്കിലും ഇതുവരെ റിൻഷ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. എങ്കിലും കിട്ടുന്ന അവസരത്തിലൊക്കെ രണ്ടിനെയും നന്നായി കുടഞ്ഞുകൊണ്ട് ആദ്യം ആനന്ദം കണ്ടെത്തി. അന്ന് ഫെബിയിൽ നിന്ന് റെയ്ഹാനെ കുറിച്ച് അറിഞ്ഞ ശേഷം പിന്നീട് അവൾ വല്ലാതെ അവനോട് കൂട്ടുകൂടാൻ പോയിട്ടില്ല. എന്നാൽ പൂർണ്ണമായി ഒഴിവാക്കി കളഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ നജീബിന്റെ കാര്യവും പണ്ടത്തെ പോലെ ഒരുപാട് അടുപ്പം കാണിക്കാൻ ചെന്നില്ലെങ്കിലും അത്യാവശ്യത്തിന് സംസാരിക്കും. കൂടാതെ നസ്രീയുമായി ഒരു നല്ല സൗഹൃദം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തോൾ. അതിനുള്ളിൽ ഷിഫയുടെ ഡെലിവറി കഴിഞ്ഞു. പെൺകുഞ്ഞായിരുന്നു. അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു നട്ടുച്ചക്ക് അന്ന് ഹോളിഡേ ആയിട്ട് കൂടി പോർഷൻസ് കംപ്ലീറ്റ് ആവാത്ത കാരണം സ്പെഷ്യൽ ക്ലാസ് വെച്ച് കോളേജിലേക്ക് പോവേണ്ടി വന്നു ഫെബിക്ക്. ആദ്യമാണെങ്കിൽ അവനെ മടങ്ങിയൊരുവിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. 2 തവണ വിളിച്ചപ്പോഴും ബിസിയാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു അവൻ. എങ്കിലും അവൾക്ക് മടുപ്പ് തോന്നിയില്ല. മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി മാത്രം. ഇടയ്ക്ക് ഉള്ളം കയ്യിൽ ചുരുട്ടിപ്പിടിച്ച 2 വരെ തെളിയിച്ച ആ പ്രഗ്നൻസി കാർഡിലേക്ക് നോക്കുന്നുമുണ്ട്. അത് കാണുമ്പോൾ അവളുടെ മിഴികളിലെ തിളക്കം ഒന്നുകൂടി അധികരിക്കും. അവന്റെ കൈവെള്ളയിലേക്ക് സന്തോഷത്തോടെ ആ കാർഡ് വെച്ച് കൊടുക്കുമ്പോൾ താനൊരു ഉമ്മയാവാൻ പോകുന്ന വാർത്ത ആദ്യമായി തന്റെ പ്രിയതമനോട് പറയുമ്പോൾ അവന്റെ മുഖത്തെ ഭാവം കാണാനായി കാത്തിരിക്കുകയായിരുന്നു അവൾ. ആ കാത്തിരിപ്പിന് സമയമൊട്ടും നീങ്ങാത്ത പോലെ തോന്നി അവൾക്ക്. കുറച്ചു നേരമായിട്ടുള്ള അവളുടെ കാട്ടിക്കൂട്ടലുകളെല്ലാം അല്പം മാറിയുന്നോണ്ട് വീക്ഷിക്കുകയായിരുന്നു സോന. പക്ഷേ സംഗതി എന്താണെന്ന് മാത്രം പിടികിട്ടിയില്ല അവൾക്ക്. എന്നിരുന്നാലും ആദിയുടെ മുഖത്തെ സന്തോഷം അവളുടെ ഉള്ളിലെ സമാധാനം കെടുത്താൻ പാകത്തിനുള്ളതായിരുന്നു. പുറമേക്കൊന്നും തന്നെ കാണിക്കുന്നില്ലെങ്കിലും അവളുടെ മനസ്സിറയെ ഫെബിയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അവനെ നേടിയെടുക്കണമെന്ന അതിയായ മോഹം മാത്രം. അതിനായി ആദി എങ്ങനെ ഒഴിവാക്കുമെന്ന ചിന്തയാണ് എപ്പോഴും അവളുടെ ഉള്ളിൽ. റെയ്ഹാനായിരുന്നു ആദിക്കെതിരെയുള്ള ഏക കച്ചിത്തുരുമ്പ്. അവനെയും അവളെയും കുറിച്ചില്ലാത്ത പറഞ്ഞുണ്ടാക്കി ഫെബിയുടെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും അവരെ തമ്മിൽ പിരിക്കുകയും ചെയ്യാമെന്നുള്ള സോനയുടെ പ്രതീക്ഷ ഏറെക്കുറെ അസ്തമിച്ചു കഴിഞ്ഞു. കാരണം ആരെന്തു പറഞ്ഞാലും ആദിയെ ഫെബിക്ക് അത്രയും സ്നേഹവും വിശ്വാസവുമാണ്. പോരാത്തതിന് ഇപ്പോൾ റെയ്ഹാനോട് ആദി കാണിക്കുന്ന അകൽച്ചയും സോനയുടെ പ്ലാനുകൾ പൊളിച്ചെടുക്കുന്നതിന് കാരണമായി. ആദി എന്താ വല്ലാത്ത സന്തോഷത്തിലാണല്ലോ? കാര്യം എന്താണെന്ന് അറിയാൻ സോന പതിയോടെ പിന്നിൽ കൂടി. ഏയ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല സോന. ആൾ തന്റെ കൈ പുറകോട്ട് വലിച്ച് പ്രഗ്നൻസി കാർഡ് മുറുക്കെ പിടിച്ചു. ആ സന്തോഷ വാർത്ത ആദ്യം തന്നെ ഫെബി അറിയിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. പക്ഷെ ആദ്യം തന്നിൽ നിന്നെന്തോ ഒളിക്കുന്നെന്ന് മനസ്സിലാക്കിയ സോന ആളെ വിടാൻ തയ്യാറായില്ല. പറ, എന്തായാലും എന്നോട് പറ. വല്ല സീക്രട്ട് ആണോ? ആണി തന്നെ ഞാൻ ആരോടും പറയില്ല, രഹസ്യമാക്കി വെച്ചോളാം. സോന വീണ്ടും നിർബന്ധിച്ചോടെ ആദ്യ ആശയക്കുഴപ്പത്തിലായി. ഇനി അവളോട് നുണ പറയാൻ വയ്യ. എന്നാലും സത്യം അറിയിക്കാനും തോന്നുന്നില്ല. എന്താ ആദി, എന്തെങ്കിലും മറക്കുന്നുണ്ടോ നീ എന്നിൽ നിന്നും? അത് സോന, അത് ആദ്യം ഫെബിക്കാനോട് പറയണമെന്ന് കരുതിയിട്ടാ നിന്നോട് ഞാൻ മറച്ചു പിടിച്ച്. ആൾക്ക് കാതോർക്കുന്നതിനോടൊപ്പം സോനയുടെ കണ്ണുകൾ വിടർന്നു വന്നു. ഞാൻ പ്രഗ്നന്റാ. കവളിൽ വിരിഞ്ഞ നാണച്ചിരിയിൽ അവൾ പറഞ്ഞു. സ്വിച്ചിട്ട പോലെ സോനയുടെ മുഖം കറുത്തിരുണ്ടു. എന്നാൽ ഞൊടിയിടലാതെ മറച്ചു പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പരമാവധി പ്രസന്നത കൊണ്ടുവരാൻ അവൾ ശ്രമിച്ചു. ആണോ? കൺഗ്രാറ്റ്സ്. തൽക്കാലം ഇത് ആരോടും പറയണ്ടേ നീ. ഇക്ക് അറിഞ്ഞിട്ട് മറ്റുള്ളവർ അറിഞ്ഞാൽ മതി. ഏയ്, ഞാൻ ആരോട് പറയാൻ? പറയുമ്പോഴും സോനയുടെ ഉള്ള നീറിപ്പോകുകയായിരുന്നു. അവരെ തമ്മിൽ പിരിക്കാൻ ആഗ്രഹിച്ചിട്ടിപ്പോൾ അവർ കൂടുതൽ അടുക്കാനുള്ള കാരണം വന്നിരിക്കുന്നു. പാടില്ല, ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. പഠനത്തിന്റെയോ ജോലിയുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അവളുടെ ഉള്ളിലേക്ക് വിഷം നിറക്കണം. ഇപ്പൊ ഒന്നൊരു കുഞ്ഞ് വേണ്ടെന്ന് അവൾക്ക് തന്നെ തോന്നണം. മനസ്സിൽ സ്വരു കൂട്ടിക്കൊണ്ട് ആദ്യം നോക്കുമ്പോൾ അവൾ സ്റ്റെയറിലേക്ക് ഇറങ്ങിയെന്ന് ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്യുകയായിരുന്നു. ഒരു സംശയത്തിന് ഇടവരുത്താതെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി സോന പതുക്കെ ആദിക്കരികിലേക്ക് ചെന്നു. കളിയായി പിന്നിലൂടെ ചെന്ന് അവളുടെ ഇരു ഷോൾഡറിലേക്ക് കരങ്ങൾ ചേർത്ത് അത്യാവശ്യം സ്ട്രോങ്ങിൽ തന്നെ ഒന്ന് ഉലച്ചു. അത് പ്രതീക്ഷിച്ചതായതിനാൽ ആദിക്ക് പിടുത്തം കിട്ടിയില്ല. ശരീരം ഉലഞ്ഞ ഫോൺ കയ്യിൽ നിന്നും താഴേക്ക് പതിച്ചു. അതോടൊപ്പം ഉമ്മാന്നൊരു വിളിയോടെ ഇരു കാൽമുട്ടുകളും നിലത്തൂത്തി അവൾ താഴേക്ക് ഉരുണ്ടു. എല്ലാവരും ഉച്ചമയക്കത്തിലാണ്. മിണ്ടാനും പറയാനും ആരുമില്ലാതെ ബോറടിച്ചുകൊണ്ട് ഫോൺ ഓൺ ചെയ്ത് റെയാൻ സോഫയിലേക്ക് മലർന്നു കിടന്നു. പെട്ടെന്നാണ് മുകളിൽ നിന്ന് ഉമ്മാന്നൊരു അലർച്ച കേൾക്കുന്നത്. ഫോൺ താഴേക്കിട്ടവൻ ചാടി എഴുന്നേറ്റ് സ്റ്റെയറിനടുത്തേക്ക് കുതിച്ചു പാഞ്ഞു. പടികളിലൂടെ ഒരു ഉരുണ്ടുവരുന്ന കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവന്റെ കാലുകൾ നിശ്ചലമായി. സെക്കൻഡുകൾക്കുള്ളിൽ അവൾ ആ കാൽ കീഴിൽ എത്തിയിരുന്നു. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതെ അവൻ തറഞ്ഞു പോയി. ആദി കരഞ്ഞുകൊണ്ട് പുറകെ ഓടി വരുന്ന സോന ഒരു നിമിഷം നോക്കിന്ന് പോയി അവൻ. അവളെ പിടിക്ക്. സോന പറഞ്ഞപ്പോഴാണ് റെയ്ഹാനും ബോധം വരുന്നത്. ആദി വെപ്രാളത്തോടെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ ശരീരവേദന പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അവൾ. എന്താ സംഭവിച്ച്? വല്ലതും പറ്റി നിനക്ക്? പെട്ടെന്ന് ഹോസ്പിറ്റൽ പോവാം, വന്നേ. അവളുടെ കയ്യിൽ പിടിച്ച് അവൻ പുറത്തേക്ക് നടക്കാനൊരുങ്ങി. വേണ്ട റെയ്ഹാൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്നുള്ള വീഴ്ചയിൽ ഷോക്കായി പോയി. പിന്നെ കാൽമുട്ടി നേരിയ പെയിൻ തോന്നുന്നുണ്ട്. അത് കുറച്ച് മരുന്ന് പുരട്ടിയാൽ റെഡിയാവുന്ന പ്രശ്നമേ ഉള്ളൂ. വേദന കടിച്ചമർത്തി അവൾ പറയുമ്പോൾ സോന നിന്ന് വിറക്കുകയായിരുന്നു. കാരണം അബദ്ധത്തിലാണെങ്കിൽ അവളുടെ കൈ കൊണ്ട്
ആദിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്നെങ്ങാനും ഫെബി അറിഞ്ഞാൽ കൊന്നുകളയും സോനെ. അതവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്താടി, എന്തുണ്ടായി? പേടിയോടെ ആദ്യം തന്നെ നോക്കി നിൽക്കുന്ന സോനയോടായി അവൻ വീണ്ടും ചോദിച്ചു. ഞാൻ മനഃപൂർവ്വമല്ല, കളിയായി ചെയ്ത. ഇങ്ങനെയാവുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കണ്ണുനീർ ധാരയായി അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. പക്ഷേ റയ്യാന് വിശ്വാസം വന്നില്ല. സംശയത്തോടെ അതിലുപരി ദേഷ്യത്തോടെയും അവൻ സോനയ്ക്ക് നേരെ നെറ്റി വിളിച്ചു. ഫെബിക്ക് എങ്ങാനും അറിഞ്ഞാൽ ബാക്കി വെച്ചേക്കില്ല റിഹാൻ. അറിയാലോ, അവന്റെ ജീവൻ ആദി. എനിക്ക് പേടിയാവുന്നു. നീ വണ്ടി എടുക്ക്, നമുക്ക് ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. റിയാന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് വീണ്ടും എഴുന്നീർ പൊഴിച്ചു. അത് കണ്ടവരുടെ ദേഷ്യം അല്പം കുറഞ്ഞു. വേണ്ട സോന, അതിന് മാത്രം ഒന്നുമില്ല. ഞാൻ ഓക്കെ ആയി. കണ്ടില്ലേ, കുറച്ച് സമയം കിടന്നാൽ മതി, അപ്പോഴേക്കും ശരിയാവും. ഉറപ്പാണോ? റിയാൻ ചോദിച്ചു. അതേടാ. എന്നാ നീയും ചെല്ല് അവളോടൊപ്പം. എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നെങ്കിൽ വിളിക്കാൻ പഠിക്കണ്ട. സോന ആദ്യം കൊണ്ട് മുകളിലേക്ക് നടന്നു. റിയാൻ പഴയപടി സോഫയിലേക്കും പോയി. സ്റ്റെപ്പ് കയറി പകുതിയായപ്പോൾ വീഴ്ചയിൽ കയ്യിൽ നിന്ന് തെറിച്ച് വീണ പ്രഗ്നൻസി കാർഡ് കിടക്കുന്നു. അവളത് കയ്യിലെടുത്തു. വീണ്ടും കയറി ബെഡ്റൂമിലേക്ക് എത്തി. അപ്പോഴേക്കും നേരിയ വയറുവേദന അവളെ പിടികൂടിയിരുന്നു. കട്ടിലിരുന്നുകൊണ്ട് രണ്ട് കൈ കൊണ്ട് വയറിന് വരിഞ്ഞു മുറുക്കി അവൾ മുഖം കാൽമുട്ടിലേക്ക് അടുപ്പിച്ചു. ആദി. അൽപ്പടങ്ങിയ ഭയം സോനൽ വീണ്ടും ഉടലെടുത്തു. വയറുവേദനിക്കുന്നു. എന്തു ചെയ്യും എനിക്കറിയില്ല. പറയുമ്പോൾ ആദിയുടെ മിഴികൾ നിറഞ്ഞു വന്നു. കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണെന്ന് അവൾ മനസ്സിലാക്കിയായിരുന്നു. ഒന്ന് ബാത്റൂമിൽ പോകണം തോന്നിയവൾക്ക് മെല്ലെ എഴുന്നേറ്റു. അപ്പോഴാണ് ടോപ്പിന്റെ ബാക്കിലെ ചോരപ്പാട് സോന ശ്രദ്ധിക്കുന്നത്. ആദ്യ ഡ്രസ്സിൽ ചോര. ഞങ്ങളുടെ വാവയെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. വേദനയോടെ അവൾ സോനയെ നോക്കി. ആ സമയം സോനയുടെ ഉള്ളിൽ നേരിയ സങ്കടം അനുഭവപ്പെട്ടു. ഇതൊക്കെ മാറ്റണ്ടേ? നീ ചെന്നൊന്ന് കുളിച്ച് ഫ്രഷായി വന്നു. ഞാൻ അപ്പോഴേക്കും നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ അങ്ങോട്ട് എത്തിച്ചേരാം. എല്ലാം ഈ ഷെൽഫിനകത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്? അതെ. ടവലും എടുത്തവൾ ബാത്റൂമിലേക്ക് നടന്നു. സോന അപ്പോൾ തന്നെ രക്തം പുരണ്ട ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചു. ശേഷം അവൾക്ക് ആവശ്യമായതൊക്കെ ബാത്റൂമിലേക്ക് എടുത്തു കൊടുത്തു. അസഹനീയമായ വയറുവേദന കാരണം ഒരു വിധത്തിലാണ് അവൾ കുളിയും കഴിഞ്ഞ് പുറത്തെത്തിയത്. അവളുടെ മുഖഭാവം നേരത്തേനേക്കാൾ ദയനീയമായത് കണ്ട് സോന പെട്ടെന്ന് അരികിലേക്ക് ചെന്നു. വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല. ആദി ഒന്നുമില്ലല്ലോ അല്ലേ? ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവുക. ഫെബിക്ക് ഈ കാര്യം അറിയുന്നതിനേക്കാൾ നല്ല ഞാൻ പോയി എവിടെ ചാടി ചാവുന്നതാ. സോനയുടെ കണ്ണുകൾ നിറഞ്ഞു. ശബ്ദമിടറി. ആ കുഞ്ഞിന് ഇനി പ്രതീക്ഷ വേണ്ട. എന്നിട്ട് നീ പേടിക്കണ്ട. ഞാനൊന്നും ഇക്കാരോട് പറയാൻ പോകുന്നില്ല. ഇതിങ്ങനെയൊക്കെ ആയിത്തീരുന്നുള്ള പടച്ചോന്റെ വിധിയായിരിക്കും. പറയുന്നതിനോടൊപ്പം അവൾ ബെഡിലേക്ക് കയറി കിടന്നിരുന്നു. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ചൂടുള്ള എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു. എന്നാൽ ലേറ്റായിട്ടൊരു കാപ്പിയാവാ. കഴിക്കാനോ? ഏയ് ഒന്നും വേണ്ട. സോന പെട്ടെന്ന് പുറത്തേക്ക് കടന്ന് കിച്ചൺ ലക്ഷ്യം വെച്ച് നടന്നു. നീ ധൃതിയിൽ സ്റ്റെയർ ഇറങ്ങി ഓടുന്നവൾ അറിയാൻ പുറകിൽ നിന്ന് വിളിച്ചു. എങ്ങോട്ടാ? വയ്യായി കൊല്ലം തോന്നുന്നുണ്ട് അവൾക്ക്. അത് വയറുവേദനയുണ്ട് ചെറുതായിട്ട്. പേടിക്കണ്ട, മാസത്തിലുണ്ടാവുന്ന. ചൂടുള്ള വേണമെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വന്നാ. അവന്റെ ശ്രദ്ധ വീണ്ടും ഫോണിലേക്കായി. സോന അടുക്കളയിൽ ചെന്ന് വേഗത്തിൽ കാപ്പിയിട്ട് തിരികെ ആദിയുടെ അരിയിലേക്ക് തന്നെ ചെന്നു. ക്ഷീണം കാരണം കണ്ണുകൾ കൂമ്പാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് സോന വിളിക്കുന്നത്. മെല്ലെ എഴുന്നേറ്റിരുന്ന് അവിടെ കയ്യിൽ നിന്ന് ആ കോഫി വാങ്ങി കുടിച്ചു. ആകെ ക്ഷീണിച്ചാണ് ഫെബി വീട്ടിലേക്ക് എത്തുന്നത്. ഒരു ഒഴിവ് ദിവസമായിട്ട് അത് ആദിയോടൊപ്പം ചെലവഴിക്കാൻ കഴിയാതെ പോയ വിഷമം വേറെയുമുണ്ട്. വണ്ടിയിൽ നിന്നിറങ്ങി അവൻ വേഗത്തിൽ അകത്തേക്ക് നടന്നു. ഫ്രണ്ട് ഡോറിൽ ലോക്കല്ലാത്തതിനാൽ കോളിംഗ് ബെല്ല് മുഴക്കി വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഡൈനിങ്ങിലെ സോഫയിൽ റിയാൻ കിടന്നുറങ്ങുന്ന മൈൻഡാക്കാതെ ധൃതിയിൽ കോണിപ്പടികൾ കയറി മുകളിലേക്ക് നടന്നു. മുറിയിൽ ആദിയുടെ കൂടെ സോന ഇരിക്കുന്നു. അവന്റെ വര പറഞ്ഞ് അവരും അവനെ തന്നെ നോക്കി. എന്തു പറ്റിയടി? ബെഡിൽ വന്നിരുന്ന് ടീ കുടിക്കാൻ മാത്രം? ഷെൽഫ് തുറന്ന് ബാഗ് അകത്തേക്ക് വെക്കുമ്പോൾ നിസ്സാരമട്ടിൽ അവൻ ചോദിച്ചു. ഫെബിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകിയത് സോനയാണ്. അവൾക്ക് വയറുവേദനയാ. അവന്റെ മിഴികൾ ആദിയിലേക്ക് നീണ്ടു. ആണോടി? പീരീഡ്സ് ആയോ? കൂട്ടിരിക്കായിരുന്നു അവള്. സോന, നീ പോയി എനിക്കൊരു ചായട്ടുണ്ടോന്നേ? അതുവരെ അവളെ ഞാൻ നോക്കിക്കോളാം. സോന ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ തുനിഞ്ഞു. ആ ഡോറൊന്നും ചാരിയേക്ക്, ഫെബി ഓർപ്പിച്ചു. അവനെ നോക്കിക്കൊണ്ട് വാതിലും ചാരി അവൾ പുറത്തേക്ക് ഇറങ്ങി. സോന പോയതും ഫെബി ചെന്ന് ആദിയുടെ അരിയിലിരുന്നു. ക്ഷീണവും വല്ലായികയും കാരണം അവളുടെ മുഖമാകെ വാടിയിരുന്നു. നല്ല വേദനയുണ്ടോ? ഡേറ്റ് തെറ്റിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മാസം നിനക്ക് ആവില്ലെന്ന്. സ്വല്പം വിഷമത്തോടാൻ പറയുന്ന കേട്ട് ആശ്ചര്യത്തോടും മിഴിൽ വീഴ്ത്തി അവൾ അവനെ നോക്കി. അതിന് ഫെബിക്കാക്ക് എൻ്റെ ഡേറ്റ് അറിയോ? പിന്നില്ലാതെ എല്ലാ മാസവും നീ വേദന കൊണ്ട് പൊളിയുന്ന ആ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ലായിരിക്കുമോ? എന്നാലും ഞാൻ പ്രതീക്ഷിച്ചു പോയടി. അവൻ്റെ പറച്ചിൽ കൂടിയായപ്പോൾ ആദിക്ക് വല്ലാതെ സങ്കടം വന്നു. അവളുടെ മിഴികൾ നിറയാൻ തുടങ്ങി. അയ്യേ, ഞാനത് പറഞ്ഞു വെച്ച് കണ്ണിറക്കണ്ട. ഇനിയും സമയം കിടക്കുകയല്ലേ. ഇപ്പം മോൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. നല്ല ക്ഷീണം കാണുന്നതിന് മുഖത്തൊക്കെ. അപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. സോന ചായ ഉണ്ടോന്ന് അവിടെ വെച്ചിട്ട് പോയിക്കോളാൻ പറ. എൻ്റെ പെണ്ണിന് ഇനി ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ഷർട്ട് ഊരി മാറ്റി ടവലുമായി അവൻ ബാത്റൂമിലേക്ക് കയറി. വാതിലടച്ചതുവരെ എങ്ങനോട് അവളുടെ കണ്ണുനീർ കവിളിനെ തഴുകി താഴേക്ക് ചാടി. പെട്ടെന്നാണ് ഡോറിൽ മുട്ടി വീഴുന്നത്. ഫെബിക്ക? ആദി വേഗം കണ്ണുകൾ തുടച്ചു. വാ സോന, ആദി വിളിച്ചു പറഞ്ഞു. സോന അകത്തേക്ക് കയറി. ഇക്ക കുളിക്കുക, നിന്നോട് ചായ വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. സംശയമൊന്നുമില്ലല്ലോ അല്ലേ?
ഏയ് ഇക്കാന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്തെങ്കിലും കുഴപ്പം തോന്നിയാ വിളിക്കുന്നേ. ഇക്ക. പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയായിരുന്നു ഫെബി. അപ്പോഴാണ് ആദ്യം അവനെ വിളിക്കുന്നത്. കണ്ണാടിയിൽ നിന്നും നോട്ടം തെറ്റിച്ച് അവൻ ബെഡിൽ കിടക്കുന്നവളെ നോക്കി. എന്തേ? തീരെ വയ്യാണ്ടായ സോനയും കൂട്ടി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകും ഞാൻ. മുമ്പൊക്കെ ഇതുപോലെ ക്ഷീണം പിടിക്കുമ്പോൾ ഡ്രിപ്പ് ഇടാറുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ വേണ്ടി വരുമെന്ന് തോന്നുന്നു. ആണോ? എന്നിട്ടെന്താ ഇതുവരെ പറയാതിരുന്നു? സോനയെ വിളിക്കൊന്നും വേണ്ട, ഞാൻ ലീവ് എടുത്തോളാം. സാറിനോട് പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഏയ് അതിൻ്റെ ആവശ്യമില്ല, സോനയുണ്ടല്ലോ ഇവിടെ. രാവിലെയും വന്ന് പറഞ്ഞു എന്തുണ്ടെങ്കിലും വിളിച്ചോളാം, ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം. ഇത്ര നിസ്സാര കാര്യത്തിന് ഇക്കവരുടെ ലീവ് എടുക്കുന്നതിനാ? അത് പറഞ്ഞാൽ എങ്ങനെയാ ആദി? എത്ര തവണയാണ് നീ ഇന്നലെ ബാത്റൂമിലേക്ക് എഴുന്നേറ്റ് പോയത്? നല്ല ബ്ലീഡിങ്ങിലായിരുന്നോ? എനിക്ക് തോന്നുന്നു നിനക്ക് അബോർഷനായി പോയെന്നാ, അല്ലാതെ മുമ്പൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ. അവൻ പറയുന്നേട്ട് ആദ്യയുടെ ഉള്ളിൽ ഞെട്ടിലുണ്ടായെങ്കിലും അവളൊന്ന് മറച്ചു പിടിച്ചു. ഇക്ക ഞാൻ പറയുന്ന കേൾക്ക്, വെറുതെ ഒന്ന് ലീവാക്കാതെ. ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഞാൻ സോനയെ വിളിച്ച് പോയിക്കോളാം. എക്സാം ആകുമ്പോഴേക്കും ഒരുപാട് പഠിപ്പിച്ച് തീർക്കാറുണ്ടെന്നല്ലേ പറഞ്ഞ്? അതൊക്കെ ശരിയാ, എന്നാലും എനിക്ക് സമാധാനം കിട്ടുന്നില്ലടി. ഒരെന്നാലും ഇല്ല, ആ പേര് പറഞ്ഞ് അനാവശ്യമായിട്ട് ലീവ് എടുക്കാനും ഞാൻ സമ്മതിക്കില്ല. മോൻ വേഗം വിട്ടുവിടുന്നു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവൾ നിർബന്ധിച്ചപ്പോൾ അവൻ അനുസരിക്കേണ്ടി വന്നു. ചേർത്ത് പിടിച്ച ആ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ച ശേഷം യാത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പോകുന്നതിന് മുമ്പ് സോനയെ ചെന്ന് കാണാൻ മറന്നില്ല. കൂടുതൽ വയ്യാതായാൽ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ട് പോകണമെന്ന് അവളെ പറഞ്ഞേൽപ്പിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ഫെബിയുടെ കാറ് ഗേറ്റും കടന്നു പോയി. സോന ആദിക്കരികിലേക്ക് ഓടിച്ചെന്നു. ആദി എങ്ങനെയുണ്ട്? വയ്യ, അമ്മാതിരി ബ്ലീഡിങ്, ഞാനിപ്പം മരിച്ചു പോവും. എന്നാ ഹോസ്പിറ്റലിൽ പോവാം, നീ പെട്ടെന്ന് റെഡിയായി വാ, ഫെബിക്കനെ ഏൽപ്പിച്ചിട്ടാ പോയത്. വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് സോന തന്റെ റൂമിലേക്ക് ഓടി. ഓവർ മേക്കപ്പിനും നിന്നില്ല. കയ്യിൽ കിട്ടിയ ഡ്രസ്സും ഇട്ട് അവൾ ഡോർ വന്നപ്പോഴേക്കും ആദ്യം ഒരുങ്ങി വന്നിരുന്നു. ഉമ്മയോട് ഉപ്പയോടൊക്കെ ഒന്ന് കറങ്ങി വരാമെന്നും പറഞ്ഞ് കാറും എടുത്ത് അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഗൈനിക്കിന് നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കുറച്ചധികം സമയം അവർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒടുവിൽ പേര് വിളിച്ചപ്പോൾ ഇരുവരും അകത്തേക്ക് കയറി. കുറച്ച് പ്രായം ചെന്ന സ്ത്രീയാണ് ഡോക്ടർ. ആദ്യം സോനയും കണ്ടപ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഓരോ സംശയങ്ങൾ ഉടലെടുത്തു. വാ ഇരിക്കി. മുന്നിൽ മടിച്ചു നിൽക്കുന്നവരെ കണ്ട് ഡോക്ടർ തന്നെ അവരോട് ആവശ്യപ്പെട്ടു. സോന ആദ്യം ചെയർ നീക്കി അതിലേക്ക് ഇരുന്നു. എന്താ പ്രശ്നം? എന്നെ അന്വേഷിച്ചു വരാൻ മാത്രം? ഒരു ചിരിയോട് ഡോക്ടർ ചോദിച്ചു. അത് മാഡം, ഇവൾ പ്രഗ്നന്റ് ആയിരുന്നു, ബട്ട് ഇന്നലെ തൊട്ട് നല്ല ബ്ലീഡിങ്. കയ്യിൽ കരുതിയ പ്രഗ്നൻസി കാർഡ് ഡോക്ടർക്ക് നീട്ടിക്കൊണ്ട് സോന പറഞ്ഞു. അവരത് വാങ്ങിച്ചൊന്ന് നോക്കി. ഇത്രയ്ക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ട് എന്താ ഇന്നലെ തന്നെ വരാത്തത്? അത് പിന്നെ എന്ത് മറുപടി കൊടുക്കുന്നറിയാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് രണ്ടുപേരും മുഖാമുഖം നോക്കി. കോളേജ് സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾ? ഈ കുട്ടി ആരിൽ നിന്നാ പ്രഗ്നന്റ് ആയത്? ഡോക്ടറുടെ ചിന്ത ആ വഴിക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞ് അവർ രണ്ടുപേരും ഒരുപോലെ ഞെട്ടി. ഇവള് മാരീഡാണ് ഡോക്ടർ, ഇതാ കണ്ടില്ലേ? ആദിയുടെ കഴുത്തിൽ കിടന്ന ചെയിൻ ഉയർത്തിക്കൊണ്ട് സോന പറഞ്ഞു. ഡോക്ടറുടെ മിഴികൾ ഒരു വേള അതിലേക്ക് നീണ്ടു. വീണ്ടും എന്തെങ്കിലും ഒരു ചോദ്യം ആവർത്തിക്കുന്നതിന് മുന്നേ ബാക്കി കൂടി സോന തന്നെ ഡോക്ടർക്ക് മുമ്പിൽ വിശദീകരിച്ചിരുന്നു. അവരുടെ വെപ്രാളം നിറഞ്ഞ സംസാരവും എല്ലാം അനുസരിക്കുന്ന പോലെ ശരിയാണെന്നുള്ള മട്ടിൽ യാന്ത്രികമായ ആദിയുടെ തലയാട്ടിലും കണ്ട് സോനയെ ഉൾക്കൊള്ളാൻ ഡോക്ടർക്ക് എന്തോ മനസ്സ് വന്നില്ല. ഒരു സ്കാനിങ് വേണം, പൂർണ്ണമായി വായിച്ചുള്ളത് ഒഴിവായോന്നറിയണ്ടേ? ഇയാൾ പുറത്തേക്ക് ഇറങ്ങി ബില്ലടിച്ചിട്ട് വരും. ഒരു ചീട്ടെഴുതി ഡോക്ടർ സോനയ്ക്ക് നേരെ നീട്ടി. അതും വാങ്ങി ആദ്യയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയി. ബില്ല് പേ ചെയ്തു വന്ന് ഡോക്ടർ സ്കാനിങ് ആരംഭിച്ചു. അതിനിടയിൽ ആദ്യം ചെറുതായൊന്ന് പരിചയപ്പെട്ടു. കൂട്ടത്തിൽ സോന ആരാണെന്ന് ചോദിച്ചറിഞ്ഞു. ഭർത്താവിന്റെ സഹോദരി എന്ന് പറയുമ്പോൾ നേരെ സഹോദരിയാണോ? അതായത് ഒരു ഉമ്മയുടെ ഇപ്പയും മക്കളാണോ? അല്ല, ഇക്കാടെ ഉമ്മയും അവിടെ ഉപ്പയും സഹോദരങ്ങളാ. ഇത്രയും ഉയർച്ചയുള്ള സ്റ്റെപ്പിൽ നിന്ന് കയ്യബദ്ധം പറ്റിയതാണെന്ന് പറയുമ്പോൾ കൂടെ അവിടെ എങ്ങും തൊടാത്ത ഓരോ സംസാരങ്ങളും എനിക്കെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു. അവൾക്ക് നിന്നോടോ ഹസ്ബൻഡിനോടോ വല്ല ശത്രുതയുണ്ടോ? ഏയ് നെവർ, അങ്ങനെയൊന്നുമില്ല ഡോക്ടർ. അത് ഡോക്ടർക്ക് വെറുതെ തോന്നുന്ന. വളരെ സ്നേഹത്തിൽ കഴിയുന്ന ഒരു കുടുംബം ഞങ്ങളുടേത്. നിന്റെ വിശ്വാസം പോലെ തന്നെ ആവട്ടെ. എൻ്റെ മനസ്സിൽ വന്ന സംശയം കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ തോന്നിയത്. എങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഡോക്ടർ അവളെ നോക്കി പുഞ്ചിരിച്ചു. എഴുന്നേറ്റ്, കുഴപ്പമൊന്നുമില്ല. ക്ഷീണത്തിന് ട്രിപ്പിട്ട് കിടത്തി. വേറെ കുഴപ്പമൊന്നുമില്ലാത്തതിനാൽ അത് കഴിഞ്ഞാൽ പോയിക്കോളാനും പറഞ്ഞു. ആദ്യം അപ്പോൾ തന്നെ അതിൻ്റെ ഒരു പിക്ക് എടുത്ത് ഫെബിക്ക് അയച്ചു കൊടുത്തു. വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ ചെറിയൊരു ഷോപ്പിംഗ് നടത്തി അവരെ ബോധിപ്പിക്കാൻ. റൂമിലെ ഷെൽഫിൽ സൂക്ഷിച്ചാൽ ഫെബി കാണുമോ എന്ന് ഭയന്ന് സ്കാനിംഗ് റിപ്പോർട്ടും ടെസ്റ്റ് ചെയ്ത പ്രഗ്നൻസി കാർഡുമെല്ലാം അവൾ സോനയെ ഏൽപ്പിച്ചു. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ക്ഷീണവും തളർച്ചയും കുറഞ്ഞ് ആദ്യ പതിയെ ഓക്കെ ആയി തുടങ്ങിയിരുന്നു. ദിവസങ്ങൾ ഓടി മറഞ്ഞു. ആദ്യ വീണ്ടും കോളേജിൽ പോയി തുടങ്ങി. എല്ലാം ഓക്കെ ആണെന്ന് തോന്നിയപ്പോൾ സോനയുടെ സ്വഭാവം പിന്നെയും പഴയതുപോലെയായി. ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യയോടുള്ള ഇഷ്ടക്കേട് മുമ്പത്തേലും കൂടി അവൾക്ക്. എങ്കിലും ഒരു കാര്യത്തിൽ സോന പൂർണ്ണ സന്തോഷവതിയായിരുന്നു. ആദിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ നാശം ആഗ്രഹിച്ചപ്പോഴേക്കും അത് സംഭവിച്ചില്ല. അന്ന് കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിലും ഇപ്പൊ ആരും അതിനെക്കുറിച്ച് ഓർക്കുന്ന പോലുമില്ല. ഹാളിലെ ടേബിളിൽ അടുത്ത ക്ലാസ്സിലേക്കുള്ള വർക്കുകൾ ചെയ്ത് തീർക്കുന്ന പണിയിലായിരുന്നു സോന. അപ്പോഴാണ് ചൂലുമായി ആദി കടന്നു വരുന്നത്. ആ വരവറിഞ്ഞെങ്കിലും അവളെ കാണാത്ത മട്ടിൽ ചെയ്യുന്ന ജോലിയിൽ മുഴുകിയിരുന്നു. സെമിനാർ തുടങ്ങിയോ? സോനയുടെ അരികിലേക്ക് വന്ന് എഴുതി വെച്ചിരിക്കുന്ന A4 ഷീറ്റുകളൊക്കെ തിരിച്ചു മറിച്ചു നോക്കിക്കൊണ്ട് ആദി ചോദിച്ചു. അതിന് മറുപടിയായി ഒട്ടും താല്പര്യമില്ലാതെ സോനയെന്ന് മോള് മാത്രം ചെയ്തു.
അവളുടെ പെരുമാറ്റം ആദിക്ക് വിഷമം തോന്നിച്ചു. കൂടുതൽ ചോദ്യങ്ങളുമായി പിന്നെ അവിടെ നിന്നില്ല. മെല്ലെ പിന്തിരിഞ്ഞു. ആദ്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ. ആദ്യമേ സോനയ്ക്ക് തന്നോട് അകൽച്ചയുണ്ടായിരുന്നു. അത് മാറിയത് അവളുടെ കൈകൊണ്ടൊരു അപകടം സംഭവിച്ചപ്പോഴാണ്. മറ്റുള്ളവർ അറിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങളോർത്ത് ഭയങ്കര സ്നേഹം നടിച്ച് അവൾ തന്നോടൊപ്പം കൂടി. പിന്നീടെല്ലാം ശരിയായും തോന്നിയപ്പോൾ വീണ്ടും പഴയതുപോലെയായി. ഓർത്തപ്പോൾ ആദിക്ക് പുച്ഛവും സങ്കടവും തോന്നി. ഇനി അവൾ പെരുമാറുന്ന പോലെ തിരിച്ചു നിൽക്കുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് അടഞ്ഞിടക്കുന്ന ഡോറിന്റെ ഞെക്കിൽ പിടിച്ച് താഴ്ത്തി. 1-2 വട്ടം പിടിച്ചൊന്നിട്ടും തുറക്കാത്ത കണ്ടപ്പോൾ ലോക്ക് ചെയ്താണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഈ വീട്ടിൽ വന്നിട്ട് ഇന്നുവരെ കാണാത്ത ഖാലിദിന്റെ റൂം മാത്രമാണ്. അവൻ വീട്ടിലുള്ളപ്പോഴാണെങ്കിലും ഇതുപോലെ ലോക്ക് ചെയ്ത് അകത്തിരിക്കാനാണ് പതിവ്. ആർക്കും അതിനകത്തേക്ക് പ്രവേശനമില്ല. അവിടുന്ന് തിരിഞ്ഞടന്ന് മറ്റു സ്ഥലങ്ങളൊക്കെ തൂക്കാൻ തുടങ്ങി. ഒടുവിൽ സോനയുടെ മുറിയിലേക്ക് കയറിയപ്പോൾ കലിപ്പേറി അവൾക്ക്. ബെഡിലും സോഫയിലും ടീപ്പോയിലും ആകെ സകല സാധനങ്ങൾ വലിച്ചിട്ടിട്ടുണ്ട്. ഇവൾക്ക് ഇത് എന്തൊക്കെയൊന്ന് വൃത്തിയാക്കി വെച്ചാ എനിക്കങ്ങ് വയ്യ. വേണമെങ്കിൽ ചെയ്തോട്ടെ. തറ തൂത്തുവാരി ഞാൻ എൻ്റെ പാട്ടിന് പോകും. അല്ല പിന്നെ നേരത്തെ സോന അങ്ങനെ പെരുമാറിൽ ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു അവൾക്ക്. വേഗത്തിൽ അടിച്ചു വാരുന്നതിനിടയിലാണ് ബെഡിൽ കിടക്കുന്ന സോനയുടെ ഫോട്ടോകളിലേക്ക് അറിയാതെ അവളുടെ നോട്ടം എത്തുന്നത്. വെറുതെ കൈകൊണ്ട് നീക്കി നോക്കിയതാണ്. അവളുടെ 5-6 ഫോട്ടോകൾക്ക് പിറകിൽ അതാ വരുന്നു ഫെബിയുടെ എണ്ണമറ്റ ചിത്രങ്ങൾ. കണ്ടപ്പോൾ ആദിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ചൂല് തറയിലേക്കിട്ട് ചെറുപുഞ്ചിരിയോടെ ഫോട്ടോകൾ ഓരോന്നായി സാവധാനം നോക്കിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഫെബിയും സോനയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസും ഉണ്ട്. അതെല്ലാം അവരുടെ കല്യാണത്തിന്റെ അന്നും തലയിൽ നോക്കി എടുത്താണെന്ന ഡ്രസ്സ് കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷെ പെട്ടെന്ന് ആദിയുടെ ചുണ്ടിലെ ചിരി മാങ്ങി. അവളുടെ മുഖം വാങ്ങി. നെഞ്ചിലൊരു ഭാരം വന്ന് നിറയുന്ന പോലെ തോന്നി അവൾക്ക്. കണ്ട് തോന്നലാണെന്ന് പറയാൻ കണ്ണുകൾ വിടർത്തി ഒന്നുകൂടെ നോക്കി. അല്ല, തോന്നിയതല്ല, അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വിത്ത് മൈ ലവ്. ആദിയുടെ നെഞ്ചിരിപ്പ് ക്രമാതീതമായി ഏറി വന്നു. അവൾ അടുത്ത ഫോട്ടോകളിൽ ഓരോന്നായി മാറി മാറി കയ്യിലെടുത്തു. മൈ ലവ്, ഐ ലവ് യു, ഉമ്മ, അങ്ങനെ പലതും എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നിലും. സോനയും ഫെബിക്കയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അവൾ കിട്ടേണ്ട ജീവിതം ഞാൻ തട്ടിയെടുത്തു എന്ന തോന്നില്ലാണോ എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്? ചിന്തിക്കുന്നതോടൊപ്പം തളർച്ചയോടെ അവൾ ബെഡിലേക്ക് ഇരുന്നു. 100 സംശയങ്ങൾ മനസ്സിലേക്ക് തികട്ടി വന്നു. കുറച്ചു സമയം അവൾ അവിടെ എങ്ങനെ ഇരുന്നു പോയി. മിനിറ്റുകൾക്ക് ശേഷം പെട്ടെന്ന് വന്നൊരു ഓർമ്മയിൽ ഫോട്ടോകളെല്ലാം പഴയപടി തിരികെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയും തീർത്ത് അവൾ പെട്ടെന്ന് റൂമിലേക്ക് കയറിപ്പോയി. കഴിഞ്ഞോ എന്റെ പാത്തുമാരുടെ ജോലികളൊക്കെ? ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് മരിക്കാനായി മനുഷ്യൻ. സോന താഴെ ഹാളിലിപ്പുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഏറ്റവും മിതമായ രീതിയിലായിരുന്നു ആ ചോദ്യം. ഇല്ലടി, ഞാൻ ശ്രദ്ധിച്ചില്ല. താങ്ങിയാണെന്ന് മനസ്സിലാവാതെ അവൻ നല്ല രീതിയിൽ മറുപടി കൊടുത്തു. ആദിക്ക് പിന്നെയും പലത് വിളിച്ചു പറയാൻ നാവ് ചൊറിഞ്ഞു വന്നെങ്കിലും തൽക്കാലം ഒന്നിനും നിൽക്കാതെ അവൾ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. ഫെബി കുറച്ചു സമയം അവൾ പോയ വഴി അന്തം വിട്ട് നോക്കിയിരുന്നു. കാരണം അവൻ പലതും ചോദിച്ചെങ്കിലും ഒന്നും അവൾ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, പിരിവിരുത്തുകൊണ്ട് കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്നുണ്ടായിരുന്നു. അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് താഴെ കാര്യമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൻ ഊഹിച്ചെടുത്തു. 10-20 മിനിറ്റിന് ശേഷം ആദ്യ കുളി കഴിഞ്ഞിറങ്ങി വന്നു. മോന്താപ്പോഴും കടന്നൽ കുത്തിയ പോലെ വീർത്തിരിക്കുന്നു. കൂടാതെ ഇടയ്ക്കിടെ കോർത്ത നോട്ടങ്ങൾ ഫെബിക്ക് നേരെ വരുന്നുമുണ്ട്. പടച്ചോനെ, നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കലേ നാഥ. മൗനമായി പറഞ്ഞുകൊണ്ട് അവൻ നെഞ്ചിൽ കൈവച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.